ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രി ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വേറെ ഒരാളില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയിലേക്ക് എത്തുവാനുള്ള സാധ്യത? അല്ല, കോൺഗ്രസ് KC വേണുഗോപാലെ ഹൈജാക്ക് ചെയ്തതല്ല. പാർട്ടിയുടെ ഈ യുവജന വിഭാഗമായാലും മഹിളാ കോൺഗ്രസ് എല്ലാം KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം മുകളിൽ ഏറ്റവും വലിയ അത്യുന്നത പോസ്റ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു ഓട്ടോമാറ്റിക്കൽ വരും. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ വന്നെങ്കിൽ തന്നെ ഈ ഭാരവാഹികളെല്ലാവരും ഇപ്പോൾ മഹിളാ കോൺഗ്രസ് ആയാലും ഈ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും, KSU ഒന്നും കലാലയ രാഷ്ട്രീയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പോലും അറിയാൻ മേലാത്തവരാണ്. സംസ്ഥാന പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ KSUവിൻ്റെ പല വിദ്യാർത്ഥികൾക്കും അറിയില്ല സംസ്ഥാന പ്രസിഡന്റ് പേര്. അങ്ങനെ ഈ പ്രസ്ഥാനത്തിനെ ഈ രീതിയിലാക്കി ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അനൗൺസ് ചെയ്തതിനകത്ത് ഭാരവാഹികളിൽ ബഹുഭൂരിപക്ഷം പേര് KC വേണുഗോപാലിൻ്റെ. ഇന്നിപ്പോൾ പാർലമെന്റ് പാർട്ടി 21 പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 22 ഉണ്ട് MLA-മാർ. 21 MLA-മാർ തെരഞ്ഞെടുപ്പ് നമ്മളൊക്കെ അറിയാം. 5 വർഷം മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ വ്യക്തമായ ജനാധിപത്യ രീതിയിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്ന രമേശ് ചെന്നിത്തലക്കായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.